നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഒടുവിൽ ബി.ജെ.പി. അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് ബി.ജെ.പി. കളത്തിലിറക്കിയിരിക്കുന്നത്. മഞ്ചേരി കോടതിയിലെ അഭിഭാഷകനാണ് ഇദ്ദേഹം. മാത്രമല്ല, കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. കുടിയേറ്റ കർഷകനാണ്. അത്തരത്തിൽ ഒരു മലയോര മണ്ഡലമായ നിലമ്പൂരിൽ മലയോര കർഷക പ്രതിനിധിയെ അത്തരത്തിലുള്ള ഒരാളെ ഇറക്കിക്കൊണ്ട് ബി.ജെ.പി. അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയാണ്. മാത്രമല്ല, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ വരുന്ന ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുക, അതിൽ 1% അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് തന്നെയാണ് ബി.ജെ.പി. ഇത്തരത്തിലൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചതിലൂടെ കൃത്യമായും അവരുടെ രാഷ്ട്രീയം പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ വരുന്നത്. അതായത് വൈകിട്ടോടുകൂടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയെക്കുറിച്ചാണ്. അതായത് ഉത്തരേന്ത്യയിൽ സംഘപരിവാർ സംഘടനകൾ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, അവരെ അടിച്ചമർത്താൻ വേണ്ടി നടത്തുന്ന അക്രമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ കൃത്യമായും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് അതിലൂടെ വ്യക്തമാക്കുകയാണ്. അതായത് നമുക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് കൃത്യമായ അജണ്ട, അതായത് ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിച്ച് അത് കൃത്യമായും സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അജണ്ട ബി.ജെ.പി. അവിടെ സെറ്റ് ചെയ്തിരുന്നു. അതേപോലെ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഒരു മാറ്റം, അതായത് കുറഞ്ഞപക്ഷം 5000 വോട്ടുകളെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും മോഹൻ ജോർജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബി.ജെ.പിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് വലിയ തിരിച്ചടിയാവുക. മാത്രമല്ല, കാസയെ പോലുള്ള ക്രൈസ്തവ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ നേരത്തെ തന്നെ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. വഖഫ് ഭേദഗതി നിയമം, മുനമ്പം വിഷയം, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വി.ഡി. സതീശനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഇത്തരം സംഘടനകളൊക്കെ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എടക്കര പോലുള്ള സ്ഥലങ്ങളിൽ, നിലമ്പൂരിൻ്റെ ചില പോക്കറ്റുകളിലൊക്കെ തന്നെ ക്രൈസ്തവ മതവിശ്വാസികൾ സംഘടിതമായി അവരുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് പരമ്പരാഗതമായി അത് UDFന് ലഭിക്കുന്നതുമാണ്. അവിടെയാണ് ഒരു ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ഒരു ക്രൈസ്തവ പ്രതിനിധി വരുന്നത്. അപ്പോൾ തീർച്ചയായും വി.ഡി. സതീശന് ഉള്ളിൽ ഭയമുണ്ട് എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒട്ടും കേരളത്തിൽ അല്ലെങ്കിൽ നിലമ്പൂരിൽ പ്രാധാന്യമില്ലാത്ത ഈ ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ വേട്ടയും സംഘപരിവാർ ഭീഷണിയുമൊക്കെ ഇപ്പോൾ ഈ നിമിഷം എടുത്തിട്ട് അലക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ പറയുന്നത്. രാഷ്ട്രീയമായി ചിന്തിച്ചാൽ വി.ഡി. സതീശൻ ചെയ്യുന്നതും ഇത്തരത്തിൽ മുമ്പേ കണ്ട്, അതായത് ഒരു ഏറെറിഞ്ഞു നോക്കുക എന്ന തരത്തിൽ തന്നെയാണ് സതീശൻ്റെ ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ അവിടെ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ UDF തോൽക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടേണ്ടി വരിക പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് തന്നെയായിരിക്കും. അത് അൻവർ വിഷയത്തിൽ അദ്ദേഹം എടുത്ത ശക്തമായ നിലപാടുകൾ കൊണ്ട് മാത്രമാണ്.